ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലെ നൂസ പെനീഡ് ഐലൻഡിലാണ് കേട്ടോ. ബാലിയിലേക്ക് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇ വിസേനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇ വിസേനെ കുറിച്ചും പറഞ്ഞു പോവാം. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. കഴിഞ്ഞ എപ്പിസോഡിൽ കെല്ലിങ്കിൻ ബീച്ചിലെ കാഴ്ചകളായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ക്രിസ്റ്റൽ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട്. 40 മിനിറ്റോളം സമയം എടുക്കുന്നതാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെ ക്രിസ്റ്റൽ ബേക്ക് അടുത്തെത്താറായിട്ടുണ്ട്. അതേ സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്, ക്രിസ്റ്റൽ ബേ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. പുരാതന കാലം മുതൽ സമ്പന്നമായിട്ടുള്ളൊരു ചരിത്രം ഉണ്ട് കേട്ടോ ഈ ഒരു ക്രിസ്റ്റൽ ബേക്ക്. അതായത് നൂറ്റാണ്ടുകളായിട്ട് ആളുകളെ ആകർഷിച്ചിട്ടുള്ള ക്രിസ്റ്റൽ പോലത്തെ തെളിഞ്ഞ വെള്ളത്തിന്റെ പേരിലാണ് ഈ ഒരു ഉൾക്കടലിനെ ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്നത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള പവിഴപ്പുറ്റുകളും വിവിധ തര സമുദ്രജീവികളും നിറഞ്ഞ വെള്ളത്തിനടിയിലേക്കുള്ള കാഴ്ചകൾ തേടിയിട്ടാണ് ഇവിടേക്ക് സഞ്ചാരികൾ മെയിനായിട്ട് വരുന്നത്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇതാ സ്കൂബ ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനും പേര് കേട്ടതാണ് ഈ ഒരു ക്രിസ്റ്റൽ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ച്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബീച്ചിന്റെ വോയിസ് ഒക്കെ നന്നായിട്ട് കേൾക്കാം. ഇവിടെ സൈഡിൽ കണ്ട ചേട്ടന്മാർ ഇങ്ങനെ കുറച്ച് പേര് നിന്നിട്ട് ഇങ്ങനെ തറ കെട്ടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സ്റ്റോൺ എന്താന്നുള്ളത് ഇത് കരിങ്കല്ലോ വെട്ടുകല്ലോ ഒന്നും അല്ല കേട്ടോ. ഇത് കോറൽസ് പൊട്ടിച്ചിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു സൈഡിൽ മതിൽ പോലെ കെട്ടുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഒരു കാഴ്ചയെ നമ്മൾ ലക്ഷദ്വീപിൽ പണ്ട് പോയ സമയത്ത്, അതായത് വീടുകളുടെ തറയൊക്കെ ചെയ്തിരുന്നത് കോറൽസ് കൊണ്ടാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡിനും ഡ്രിങ്ക്സിനും ഒക്കെ നല്ല വിലയാണ് ഇവർ മേടിക്കുക. നമ്മുടെ ഗൈഡ് ചെറുതായിട്ട് നമുക്കൊരു പണി തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ സ്നോർക്കലിങ്ങിനും ഡൈവിങ്ങിനും വന്നാൽ മാത്രമാണ് ശരിക്കും വർത്തായിട്ടുള്ളത്. നമുക്ക് അതല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബീച്ച് കണ്ടു പോകാന്നുള്ളൊരു 10-15 മിനിറ്റ് ധാരാളമാണ്. എന്നാൽ അടിപൊളി സ്ഥലത്ത് നിന്നൊക്കെ ആൾ നമ്മളെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് ആൾ 1 മണിക്കൂർ സമയമാണ് തന്നിരിക്കുന്നത്. നമ്മളെന്തായാലും ഡൈവിങ്ങിനോ അതല്ലെങ്കിൽ സ്നോർക്കലിങ്ങിനോ ഒന്നും പോകാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ ഈ ഒരു ബീച്ചിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബേ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡൈവിങ് സ്പോട്ട് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് മന്ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് സ്നോർക്കലിങ്ങിനോ ഡൈവിങ്ങിനോ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബോട്ട് റെൻ്റ് എടുക്കാൻ സാധിക്കും. ഈ ഒരു കരയിൽ സ്നോർക്കലിംഗ് ഒന്നും നടക്കില്ല. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് കോറലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്താൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് നല്ല സ്ക്രാച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബീച്ചിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് നമുക്ക് സ്നോർക്കലിങ്ങിനും ഡൈവിങ്ങിനൊക്കെ ഉള്ളത്. പിന്നെ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മീറ്റർ വരെ താഴത്തിൽ ഡൈവ് ചെയ്ത് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ ക്രിസ്റ്റൽ ബേ ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അടിപൊളി തന്നെയാണ്. നല്ല വെള്ള മണൽത്തരികളും നീല കളറിലുള്ള വെള്ളമൊക്കെയാണ്. അടിപൊളിയാണ് കാണാൻ. നമുക്കൊരു സ്കൈ ഷോട്ട് കണ്ടിട്ട് വരാം. ഈ ഒരു ക്രിസ്റ്റൽ ബീച്ചിൽ നിങ്ങൾ സ്കൂബ ഡൈവിങ്ങിനോ അതുപോലെ സ്നോർക്കലിങ്ങിനോ പോകുന്നില്ലെങ്കിൽ മാക്സിമം 10-15 മിനിറ്റാണ് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. അത്ര സമയത്തിനുള്ളിൽ കാണാവുന്ന കാഴ്ചകൾ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ സ്നോർക്കലിങ്ങിനൊന്നും പോകുന്നില്ലെങ്കിൽ മാക്സിമം നേരം വൈകിട്ട് ഇവിടേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ വെറുതെ നമുക്ക് പോകും. ന്യൂസ പെനീഡ് ഐലൻഡിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് പോർട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് സ്പീഡ് ബോട്ട് വഴി ബാലിയിലെ സനൂർ പോർട്ടിലേക്കും പോകണം. നമുക്ക് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് ബോട്ടിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് 4:45 ബോട്ടിലാണ് കേട്ടോ. ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ബാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വിസ എങ്ങനെയാണ് ഓൺലൈനിലായിട്ട് എടുക്കാന്നുള്ളത് നോക്കാം. ഓണറവൈൽ വിസയുടെ പോലെ തന്നെ ഇന്ത്യൻ മണി 2700 രൂപയോളമാണ് ഈ വിസയ്ക്കും വരുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം molina.immigracy.go.id എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള EVOA എന്ന് പറഞ്ഞ ഇന്തോനേഷ്യയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചൂസ് യുവർ കൺട്രി എന്നുള്ളത് ചോദിക്കും, അതിൽ ഇന്ത്യൻ സെലക്ട് ചെയ്യുക. പർപ്പസ് ഓഫ് വിസിറ്റ് ചോദിക്കും, ജനറൽ, ഫാമിലി ഓർ സോഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ് പർപ്പസ് ഓഫ് വിസിറ്റിൽ ടൂറിസം, ഫാമിലി വിസിറ്റ് ആൻഡ് ട്രാൻസിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ വിസ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ 2-3 കാണിക്കും. അതിൽ B1 ടൂറിസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് വിസ ഓൺ അറൈവൽക്കുള്ളത് കേട്ടോ. അപ്പോൾ B1 ടൂറിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ പേജിൽ കാണുന്ന പോലെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഫോട്ടോയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തെ ഇന്തോനേഷ്യൻ വിസ നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഈ വിസ എടുത്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ചെന്നിട്ട് ഓണറൈൽ വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം കാത്തു നിൽക്കണം. അവിടെ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണം. ചിലപ്പോൾ അത് 3 മണിക്കൂർ വരെ നിന്നിട്ടുള്ള ആൾക്കാരുടെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിസ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എയർപോർട്ടിലുള്ള ഒരു ക്രൗഡ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ രാവിലെ വന്ന ഭാഗത്തു കൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ബീച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് മഴച്ചാറലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ അങ്ങോട്ട് മാറി നിന്നു. നല്ല വെയിലായിരുന്നു. വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇവിടെ. നിങ്ങൾ വരുമ്പോൾ സൺസ്ക്രീം മസ്റ്റായിട്ട് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഏജൻസിയുടെ ഓഫീസ് ഉണ്ട് ഇവിടെ കേട്ടോ. അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 4:15 ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10-20 മിനിറ്റ് ഇരിക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെയൊക്കെ, ഒരു രക്ഷയില്ല. നമ്മൾ ബാലിനെക്കാട്ടിയും കൂടുതൽ വിലയാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക. പ്രത്യേകിച്ച് വെള്ളത്തിനാണ് നല്ല പൈസ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടില്ലേ, ഒരു മിനറൽ വാട്ടർ അല്ലെങ്കിൽ കൂടി നമുക്കൊരു ജഗ്ഗിൽ വെള്ളം കൊടുന്നേക്കും. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ വെള്ളം കാശ് കൊടുത്തിട്ട് തന്നെ മേടിക്കണം. നമ്മളങ്ങനെ ഫെറിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നമ്മൾ കാലത്ത് വന്നപ്പോൾ ഇത്ര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു പോണ സമയത്ത് ലാസ്റ്റ് അല്ലേ, നമ്മുടെ ബോട്ടിന് ശേഷം ഇനി ഒരു ബോട്ടും കൂടി ഉള്ളൂ. നമ്മുടെ 4:45 എക്സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ തിരിച്ചു പോണത്. അതായത് നമ്മൾ വന്ന ബോട്ട് തന്നെയാണ് അത്. ഇതിന് ശേഷം 5 മണിക്ക് ഒരു ബോട്ട് ഉണ്ട്. അതാണ് ലാസ്റ്റ് ബോട്ട് കേട്ടോ ഇവിടെ നിന്ന് ബാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഞാനൊരു വിൻഡോ സീറ്റ് തന്നെ പിടിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വിൻഡോ സീറ്റ് ചെറുതായിട്ട് അങ്ങോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൺസെറ്റ് വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബോട്ട് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണേ. തിരമാലൊക്കെ അടിച്ച് നമുക്ക് വെള്ളമൊക്കെ നമ്മുടെ മേത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീല് നല്ല രസമുണ്ട്. എന്നാലും അപ്പോൾ നിങ്ങൾ ന്യൂസാബിനിയുടെ ഐലൻഡിലേക്ക് വരുമ്പോൾ മിസ്സാവാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. കെല്ലിംഗൻ ബീച്ചിലേക്ക് എന്തായാലും പോകണം. അതുപോലെ തന്നെ ബ്രോക്കൺ ബീച്ച്, ഏഞ്ചൽ ബില്ലാബോങ്, ക്രിസ്റ്റൽ ബേ, അറ്റോങ് ബീച്ച്, ഡയമണ്ട് ബീച്ച്, അതുപോലെ തന്നെ സുവബൻ ബീച്ച് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് അവിടെയൊക്കെ. പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, പെഗുയാങ്കൻ വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. അത് കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ട്രെക്ക് ചെയ്തിട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടൊക്കെ പോവാം. അങ്ങനെ നമ്മുടെ ന്യൂസാബിനിയുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ സനൂർ പോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. ന്യൂസാബിനിയുടെ ഒരു സൈഡ് മാത്രം കാണാവുന്ന രീതിയിലുള്ള പാക്കേജ് ആയിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും ഞാനിവിടെ 2 ദിവസമെങ്കിലും സ്റ്റേ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6 മണിയോടെ അടുത്തിട്ടുണ്ട്. സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സൺസെറ്റിൻ്റെ റേസൊക്കെ വെള്ളത്തിലിങ്ങനെ അടിച്ചിട്ട് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സോക്കറ്റുകളൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് കേട്ടോ ബാലിയിലെ സോക്കറ്റ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലഗുകൾ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു അഡാപ്റ്റർ ഇവിടെ നിന്ന് വാങ്ങണം. ആ ഒരു അഡാപ്റ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഈ അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഇലക്ട്രിക് സോക്കറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ.
ഇത് ഇവിടുത്തെ എല്ലാ കടകളിലും ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും. ഈ ഒരു അഡാപ്റ്ററിന് നമുക്കിവിടെ 19,000 ഇന്തോനേഷ്യൻ റുപ്യാണ് കേട്ടോ വന്നിട്ടുള്ളത്. നാട്ടിൽ ഏകദേശം 100 രൂപകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഉബൂദിലെ പാലസ്. അങ്ങനെ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. അയാം ബക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ് ആണുള്ളത്. പിന്നെ കുറച്ച് നമ്മുടെ പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട്. കുറച്ച് സലാഡും ഉണ്ട്. 35,000 ഇന്തോനേഷ്യൻ റുപ്യാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത്. നാട്ടിൽ ഏകദേശം 150 രൂപയോളം. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ആണ്. നല്ല വിശപ്പുള്ള കാരണം നമ്മൾ കഴിച്ചു എന്ന് മാത്രം. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.